ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും, ദുഷ്ടൻ്റെ ദുരാരോപണങ്ങളിൽ നിന്നും, മന്ത്രവാദത്തിൽ നിന്നും, ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും, കൂടോത്രങ്ങളിൽ നിന്നും, ദുഷ്ട വാക്കുകളിൽ നിന്നും, ദുഷ്ട നയനങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് കർത്താവായ ദൈവം തൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കുള്ള സകലതിനെയും വീണ്ടെടുത്ത് സംരക്ഷിച്ചിരിക്കും. കർത്താവിനെ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങളുടെ സംരക്ഷണത്തിന് ഒരു കുറവും വരില്ല. എന്തെന്നാൽ ദുഷ്ടൻ എത്രയധികം നിങ്ങൾക്കെതിരെ ദുഷ്ടപദ്ധതികളെ വിഭാവനം ചെയ്താലും കർത്താവായ ദൈവം അതെല്ലാം തകർത്തെറിയും. ആരൊക്കെ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ദുഷ്ടത പ്രവർത്തിച്ചാൽ, മന്ത്രവാദങ്ങൾ ചെയ്താൽ, കൂടോത്രങ്ങൾ ചെയ്താൽ, ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്താൽ, ഏതെങ്കിലും ദുഷ്ട പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് അവരിലേക്ക് തന്നെ തിരികെ എത്തി നിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം കർത്താവ് നൽകും. ആര് നിങ്ങൾക്കെതിരെ നിൽക്കുന്നോ ഇന്ന് അവരുടെ അനുതാപത്തിനു വേണ്ടി, പശ്ചാത്താപത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും പരിശുദ്ധരായി കാണപ്പെടുന്നതിന് നീതിയുടെ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി സങ്കീർത്തനം 91 ഇന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്നത്രയും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. കർത്താവ് ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് ഒരു വലിയ അത്ഭുതം നടത്തും. നിങ്ങൾക്ക് ശാരീരിക സൗഖ്യവും വിടുതലും സംരക്ഷണവും ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും.
ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് സങ്കീർത്തനം 91 അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണവും സൗഖ്യവും വിടുതലും രക്ഷയും ലഭിക്കുന്നതിനു വേണ്ടി കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നന്മ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സംരക്ഷണത്തിൽ കീഴിൽ വസിക്കുന്ന ഞങ്ങൾ, അങ്ങയുടെ തണലിൽ കഴിയുന്ന ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. നീ ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഞങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്ന ദൈവവുമാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഷ്ടൻ്റെ എല്ലാ കെണിയിൽ നിന്നും, മാരകമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും, എല്ലാ കൂടോത്രത്തിൽ നിന്നും, മന്ത്രവാദത്തിൽ നിന്നും, ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും, സകല ദുഷ്പ്രേരണകളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും കുടുംബത്തെയും സമൂഹത്തെയും നീ രക്ഷിക്കണമേ. കർത്താവേ, നിന്റെ അത്ഭുത ശക്തി ഇവരുടെ മേൽ അയക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ട അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ മക്കൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വസിക്കുന്ന സ്ഥലത്തെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഞങ്ങളുടെ സകല വസ്തുവകകളെയും സമ്പത്തിനെയും ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകലത്തിൻ്റെയും മേൽ ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ മേൽ വന്നു ഭവിക്കട്ടെ. സകല രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും നിന്റെ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഈശോയെ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വലിയ അത്ഭുതവും അടയാളവും ഇന്ന് നീ നൽകണമേ. ദുഷ്ടരുടെ പ്രതിഫലം ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന, തിന്മ പ്രവർത്തിക്കുന്ന, നുണ പറയുന്ന, ഞങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന എല്ലാവരുടെയും പതനം കാണാൻ കർത്താവേ, നീ ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന്, നിന്റെ മാർഗത്തിൽ നടക്കുന്നതിന്, നിന്റെ വചനത്തിൽ വിശ്വാസമർപ്പിച്ച്, നിന്റെ വചനത്തെ മുറുകെ പിടിച്ച്, നിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നിന്റെ മക്കളായ ഞങ്ങൾക്കിന്ന് കൃപ തരണമേ. കർത്താവേ, നിന്റെ വചനം അനുസരിക്കുന്ന നിന്റെ ദാസർക്ക് സകല ദുഷ്ടന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും, വാക്കുകളിൽ നിന്നും, നുണ പറയുന്ന നാവുകളിൽ നിന്നും നീ എന്നേക്കുമായി രക്ഷിക്കണമേ. ഒരു തിന്മയും ഞങ്ങൾക്കെതിരെ ഭവിക്കാൻ നീ അനുവദിക്കരുതേ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങൾക്കുള്ള സകലതിനെയും നീ ഞങ്ങൾക്ക് തരാൻ പോകുന്ന എല്ലാ നന്മകളെയും നീ എപ്പോഴും കാത്തുകൊള്ളണമേ. കർത്താവേ, എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് അവിടുന്ന് ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കേൾക്കുകയും കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും കർത്താവേ, അവർക്കെതിരെയുള്ള ദുഷ്ടൻ്റെ ഒരു തിന്മയും ഭവിക്കരുത്. നിന്റെ ശക്തിയാൽ നിന്ന് അവരെ നിറയ്ക്കണമേ. ശത്രുകരങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ രക്ഷിക്കണമേ. ദൈവമേ, അവർ പോകുമ്പോൾ വരുമ്പോൾ നീ അവർക്ക് ചുറ്റിനും സംരക്ഷണമായി ഉണ്ടാകണമേ. അവരുടെ എല്ലാ പദ്ധതികളെയും നീ ഇന്ന് വിജയിപ്പിക്കണമേ. നിന്റെ മക്കളുടെ മേൽ നിന്റെ കൃപ ഒഴുക്കണമേ. ഇന്ന് നിന്റെ മക്കൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ. ദൈവമേ,
നിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും നിന്റെ മക്കൾക്ക് നീ സംരക്ഷണം നൽകണമേ. കർത്താവേ, ശത്രുവിൻ്റെ മേൽ എന്നേക്കും വിജയം വരിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ ഓരോ വചനവും ഞങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. ഈശോയെ, നിന്റെ ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകട്ടെ. ഇന്നീ പുതിയ ദിവസത്തിൽ നിന്റെ പുതിയ നന്മകൾ അനുഭവിക്കുവാൻ, നിന്നിൽ ആനന്ദം കണ്ടെത്തുവാൻ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. കർത്താവേ, നിന്റെ മക്കൾക്കെതിരെയുള്ള എല്ലാ അസൂയാലുക്കളെയും യേശു നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കെതിരെ പെറുപെറുക്കുന്ന, ഞങ്ങൾക്കെതിരെ ദുഷ്ടത നിരൂപിക്കുന്ന, മനസ്സിൽ തിന്മ നിരൂപിക്കുന്ന എല്ലാവർക്കും ഇന്ന് ദൈവീക അനുതാപവും പശ്ചാത്താപവും നൽകി കർത്താവേ, അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും, മനസ്സിന് സന്തോഷവും, ശരീരത്തിന് സൗഖ്യവും നൽകി, ഹൃദയത്തിന് വിടുതൽ നൽകി ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിന്റെ അത്ഭുത വിജയമുണ്ടാകണമേ. ഇന്ന് നിന്റെ ഹിതപ്രകാരം ഞങ്ങൾ സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നീ ഞങ്ങളുടെ മേൽ ആധിപത്യം എടുക്കണമേ എന്ന് കർത്താവായ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ നൽകുന്ന നന്മകളെ സ്വീകരിക്കുവാൻ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുന്ന, എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നീ സങ്കീർത്തനം 91 പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകി, മഹത്വം നൽകി, നിങ്ങളുടെ ഉദ്യമങ്ങളിൽ ഇന്ന് അത്ഭുത വിജയം നൽകി കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യത്തെ ഇന്ന് കർത്താവ് തകർത്തെറിഞ്ഞ് നിങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി, രക്ഷ നൽകി അവിടുന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും, മനസ്സിന് സന്തോഷവും, ഹൃദയത്തിന് വിശുദ്ധിയും നൽകി ഇന്ന് നിങ്ങളെ തന്നെ അവിടുന്ന് വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ നാവിനെ സകല അബദ്ധങ്ങളിൽ നിന്നും
തെറ്റായ ഉപയോഗശൂന്യമായ വാക്കുകളിൽ നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങളുടെ നാവിനെ അവിടുന്ന് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും, മന്ത്രവാദത്തിൽ നിന്നും, കൂടോത്രങ്ങളിൽ നിന്നും, ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും, സകല ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മേ, നിന്റെ മക്കൾക്ക് നിന്റെ വിമല ഹൃദയത്തിൽ അഭയം നൽകി നിന്റെ നീല മേലങ്കിയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ സംരക്ഷണം നൽകി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആമേൻ.